2001 ഏകോപിതമായി പരാജയപ്പെട്ടു. 26 കുറെ കൂടി ഏകോപിതമായി നമ്മൾ വീണ്ടും പരാജയപ്പെട്ടു. അപ്പോ ഈ മേൽക്കുരയ്ക്കകത്ത് ഈ മാറ്റങ്ങളും സമരങ്ങളും ഭരണവും വഴി എത്ര മാറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്? എന്തുകൊണ്ട് അതെങ്ങനെ തുടരുന്നു? പിന്നെ അതിന്റെ സാർവദേശീയ സാഹചര്യമുണ്ട്. തീവ്ര വലതുപക്ഷത്തേക്ക് പോകുന്നത് ദേശീയ സാഹചര്യമുണ്ട്. അതിൽ നിന്ന് മാറി കേരളത്തിന് ദ്വീപായി മാത്രം നിൽക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. വികസനത്തിനൊരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം വികസനം നടപ്പിലാക്കുമ്പോൾ നമുക്ക് എത്രമാത്രം പറയാൻ കഴിഞ്ഞിട്ടുണ്ട്? അതൊരു കുറവ് തന്നെയാണ്. മറ്റ് രാഷ്ട്രീയം, ഒരു മതനിരപേക്ഷ രാഷ്ട്രീയം, അത് ശക്തമായി ഉയർത്തിപ്പിടിക്കുന്നു എന്ന് നമ്മുടെ നിലപാട് തന്നെ തെറ്റായി ഉപയോഗിക്കാവുന്ന ചില പ്രശ്നങ്ങൾ ഉണ്ടായെന്ന് പാർട്ടി കണ്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ പ്രചരണ എല്ലാം വിശദീകരിക്കാൻ സമയമില്ല. നമ്മുടെ പ്രചരണ രീതികളും പ്രവർത്തന രീതികളും ഒരു കമ്മ്യൂൺ രീതി തന്നെയാണ്. ഇപ്പൊ നമ്മൾ പൊതുയോഗം സംഘടിപ്പിക്കുന്നു, ഗംഭീര എന്ന് പറയും. ആ പൊതുയോഗത്തിൽ വന്നിട്ടുള്ള മിക്കവാറും ആളുകൾ വന്നില്ലെങ്കിലും വോട്ട് വാങ്ങുന്നവർ ചോദിക്കുന്നവരെ 10,000-കണക്കിന് ആളുകൾ ഉണ്ടാവും. പക്ഷെ ഇതിനേക്കാൾ എത്രയോ മടങ്ങാളുകൾ ഓരോ ദിവസവും വീട്ടിൽ റീലുകൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. രണ്ട്, നമ്മൾ സാമൂഹ്യ മാധ്യമങ്ങൾ ഗംഭീര എന്ന് പറയും, അതും ഒരു കമ്മ്യൂണാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും പുറത്തേക്ക് പോകുന്നില്ല. അപ്പോ ഈ പ്രവർത്തന രീതികൾ, പ്രചരണ രീതികളിൽ വരുത്തേണ്ട മാറ്റം പുതിയ കാലത്തിനനുസരിച്ച് നമുക്ക് പുതുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നിപ്പോ കണ്ടിട്ടുണ്ട്. അതാണ് ഭാവിയിൽ എക്സ്റ്റൻഡഡ് കമ്മിറ്റി പുതിയ കാലത്തിന്റെ പുതിയ പാർട്ടി എങ്ങനെയായിരിക്കണം, അടിസ്ഥാന കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് അത് ചർച്ച ചെയ്യാൻ ഇപ്പോ ആദ്യമായി ജനങ്ങളിൽ നിന്നും അഭിപ്രായങ്ങൾ തേടിയിട്ടുണ്ട്. പിന്നെ LDF അല്ലാതെ മറ്റാരുണ്ട്? ആ മുദ്രാവാക്യം വേണ്ടത്ര ശരിയായില്ല എന്ന് തന്നെയാണ് പാർട്ടി വിലയിരുത്തിയിട്ടുള്ളത്. അത് നമ്മുടെ ഞങ്ങൾ ഒരു ആളുകൾക്കിടയിൽ മറ്റൊരു ബോധം രൂപപ്പെടുത്തിയിട്ടുണ്ട് എന്ന് ഈ റിവ്യൂയിലും പാർട്ടി വിലയിരുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ സ്ത്രീകളുടെ ഇത് സുജാത പറഞ്ഞതാണ്, എണ്ണം കുറവായിരുന്നു. സുജാത പിന്നെ ഒന്ന് വളച്ചിങ്ങ് പറഞ്ഞതേ ഉള്ളൂ. എണ്ണം കുറഞ്ഞത് പാർട്ടി അഖിലേന്ത്യാ ക്യാമ്പിൽ ഇടപെട്ടിട്ടാണ് ഇത്ര എണ്ണെങ്കിലും ആയതെന്നും റിവ്യൂ റിപ്പോർട്ടിൽ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.